നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന രണ്ട് കാര്യം, ഒന്ന് കാട്, ഒന്ന് നാട്. കാടിന്റെ അധികാരി ആര്? വനമോ. നാടിൻ്റെത് മനുഷ്യൻ. അപ്പോൾ കാട്ടിലെ ഒരു മൃഗം നാട്ടിലിറങ്ങി ഒരാളെ കൊല്ലുകയോ വളർത്തുമൃഗങ്ങളെ കൊല്ലുകയോ കൃഷി നശിപ്പിക്കുകയോ ചെയ്താൽ അതിൽ പ്രതി ചേർക്കാൻ ഏതായാലും മൃഗത്തിനെ കഴിയില്ലല്ലോ. അതിന്റെ അധികാരിയല്ലേ കേസിൽ പ്രതിയാക്കാൻ കഴിയൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യനെ വരെ കൊന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാത്തത്? ഇതൊരു വലിയ മാഫിയ ഇതിന്റെ പുറകിൽ, വനം വികസിപ്പിക്കുന്നതിന്റെ പുറകിൽ. വന്യമൃഗങ്ങളെ വനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതിനും. ഞാൻ പറഞ്ഞത് ജോർജ് സാറ് ശ്രദ്ധിക്കണം. വന്യമൃഗങ്ങളെ വനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് നിസ്സംശയം പറയാം. കാരണം ഓരോ മൃഗത്തിനും ഓരോ ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി സ്വാഭാവിക വനങ്ങൾ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് വനം വകുപ്പ്. ശരിയല്ലേ? എന്നാൽ സ്വാഭാവിക വനം വകുപ്പ് സംരക്ഷിക്കുന്നുണ്ട്. സ്വാഭാവിക വനം സംരക്ഷിക്കാതെയാണ് വനവിസ്തൃതി കൃഷിയിടങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവ് അടക്കം, ഗവി അടക്കം സംരക്ഷിത വനപ്രദേശങ്ങളിൽ യൂക്കാലി, കാറ്റാടി, പൈന്, തേക്കടക്കമുള്ള പ്ലാന്റേഷൻ ട്രീകൾ ഇവർ വെച്ചുപിടിപ്പിച്ചിരിക്കും. സ്വാഭാവികമായും സ്വാഭാവിക വനത്തിന്റെ ആവാസ വ്യവസ്ഥ അവിടെ നഷ്ടപ്പെടുന്നല്ലോ. രണ്ട്, തേക്കടി ഫോറസ്റ്റിലടക്കം സ്വാഭാവികമായി ഉണ്ടായിരുന്ന നീർത്തടങ്ങൾ, ജലം കെട്ടിക്കിടക്കുന്ന ചെറിയ പ്രദേശങ്ങൾ മലയുടെ ഇടയിലുള്ളത്, ഇതൊക്കെ സംരക്ഷിക്കുവാൻ പ്രതിവർഷം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഇവർ അത് സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് സമീപത്ത് കൊണ്ടുപോയി യൂക്കാലി പോലുള്ള മരങ്ങൾ വെക്കുന്നത് കൊണ്ട് ഈ സ്വാഭാവികമായി അവിടുത്തെ ജലസമ്പത്ത് ഇല്ലാതാവും, ഫലവൃക്ഷങ്ങൾ പാടെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് ഇറങ്ങാൻ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ രാജ്യത്ത് എന്തിനാ ജനസംഖ്യാ നിയന്ത്രണം വന്നത്? മനുഷ്യന്റെ പെരുപ്പം തടയാൻ. മനുഷ്യന്റെ പെരുപ്പം തടയാൻ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരാം എങ്കിൽ എന്തുകൊണ്ട് മൃഗങ്ങളുടെ പെരുപ്പം തടയാൻ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല? മൃഗങ്ങളുടെ പെരുപ്പം തടയാനുള്ള പി.സി. ജോർജ് സാർ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ പെരുപ്പം തടയാൻ വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിക്കണ്ടേ? അവയെ നിയന്ത്രിക്കാൻ, അവരുടെ പ്രജനനങ്ങൾ തടയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അല്ല എങ്കിൽ കൊന്നൊടുക്കണമെങ്കിൽ കൊന്നൊടുക്കണം. ഇത് രണ്ടും ചെയ്യാതെ വനത്തിലെ വന്യമൃഗം പെരുകുമ്പോൾ അവയ്ക്ക് വളരാൻ വനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന എന്തൊരു കാടത്തരം, എന്തൊരു കാടത്തരം! ചിന്തിച്ചു നോക്കിയേ. ഇപ്പോ ജോർജ് സാർ പറഞ്ഞല്ലോ മൂന്നാറ്റിലെ പടയപ്പയുടെ കാര്യം. പടയപ്പ ഈ സമീപമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് മൂന്നാറ്റിൽ ഇറങ്ങി ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അറിയാം. എത്ര പേരെ, ഞാനിപ്പോ ഇടുക്കിയിലെ ഒരു ചെറിയൊരു കണക്ക് പറയാം. അടുത്ത കാലത്ത് മാത്രം മരിച്ചത് 45ഓളം പേരാണ് 1.5 വർഷം കൊണ്ട് മരിച്ചത്. പൂപ്പാറയിലെ തലക്കുളം സ്വദേശി ഒരു സ്വാമിവേൽ, കോരമ്പാറ സ്വദേശി ഒരു തമിഴന്റെ ഭാര്യ വിമല, അവർ ഏലക്കാട്ടിൽ പണിതുകൊണ്ടിരുന്നപ്പോ അവരെ വന്ന് ആന മർദ്ദിച്ച് കൊന്നതാണ്. ബോഡിനായിക്കന്നൂർന്ന് ബോഡിമെട്ട് വഴി മൂന്നാറ്റിലേക്ക് വന്ന ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഒരു കുടുംബത്തെ ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു, ഭാര്യ ആന കൊന്നു. A.K. ആന്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോ ആദിവാസികളെ കുടിയിരുത്തിയ സിംഗുകണ്ഠം പ്രദേശത്ത് സിംഗുകണ്ഠം കോളനിയിലെ സുനിൽ കുമാറിനെ ആന കൊന്നു. ഇങ്ങനെ ആന കൊല്ലുകയും ഈ പടയപ്പ എന്ന് പറയുന്ന ആന മൂന്നാർ പോലെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരത്തിൽ വന്ന് അവിടെയുള്ള ജനങ്ങളെയും തോട്ടം തൊഴിലാളികളെയും വിനോദസഞ്ചാരികളെയും ഭയപ്പെടുത്തുകയും, ഏറ്റവും പുതിയ വാർത്ത കണ്ടോ, അവിടുത്തെ തോട്ടം തൊഴിലാളികളെ റേഷൻ വാങ്ങിക്കുന്ന റേഷൻ കട തല്ലി തകർക്കും. റേഷൻ കട അരിക്കൊമ്പൻ എന്ന് പറയുന്ന, പടയപ്പയിൽ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയും സ്ഥിരമായി ആ കട മാത്രം 3 പ്രാവശ്യം കൂടെ തകർത്തു.
ഒരു ചാക്ക് അരി തിന്നിട്ടാണ് ആന പോയത്. ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന ആനയെ ഒരു ജീപ്പുകാരൻ ഒന്ന് ഓണടിച്ച് ഭയപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ആ ജീപ്പുകാരനെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി കേസെടുക്കാനുള്ള നിർദ്ദേശം വരുന്നു. ഈ പടയപ്പ ഓടിക്കാൻ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. വനത്തിൽ നിൽക്കേണ്ട ഈ പടയപ്പ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് തടയേണ്ടുന്ന വനം വകുപ്പ് തടഞ്ഞില്ല എങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട DFOയുടെ പേരിൽ റേഞ്ചറുടെ പേരിൽ കേസെടുക്കണ്ടേ? ഇത് വനത്തിൽ നിൽക്കേണ്ടതല്ലേ? കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. ഇവിടെ ശരിക്കും മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സമയം കിട്ടുമ്പോ ഷെക്കേനയുടെ ടീം ആ മറയൂര് ചിന്നാർ പ്രദേശത്തൊന്ന് പോകണം. അവിടുത്തെ ജനം എത്ര ഭയപ്പെട്ടാ ജീവിക്കുന്നതെന്നറിയാമോ? 4 വശത്തും അഞ്ചുനാട് എന്ന് പറയുന്ന മറയൂര്, കാന്തല്ലൂര്, കീഴാന്തൂര് തുടങ്ങിയ പ്രദേശങ്ങള് ചുറ്റും വനമാ. എങ്ങോട്ട് പോകണമെങ്കിലും കേരളത്തിലോട്ടോ തമിഴ്നാട്ടിലോട്ടോ പോകണമെങ്കിലോ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. വനം വകുപ്പിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുന്ന ആൾക്കാർ ചെക്ക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ ഒന്നെങ്കിൽ ചന്ദനം കയറ്റി വെക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കേസ് പറഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യും. ജനം ഭയന്ന അവിടെ ജീവിക്കുന്നത്. ഇങ്ങനെ വനം വകുപ്പ് കൃഷിക്കാരെ ഭയപ്പെടുത്തുക. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ. കേരളത്തില് പോലീസിനെ നയിക്കാൻ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കാൻ 19 IPS ഉദ്യോഗസ്ഥന്മാരുടെ ടീമുണ്ട്. ഏതൊക്കെ വിഭാഗമുണ്ട്? ക്രമസമാധാനം നോക്കണം, ജയില് നോക്കണം, ഇവരുടെ ട്രെയിനിങ് നോക്കണം, ഇത്തരം എല്ലാ കാര്യങ്ങളും നോക്കാൻ വനം വകുപ്പിന് മാത്രം ചുമതലയുള്ള 17 IFSകാരുണ്ട്. ഇവരുടെ പണി എന്താ? ഇത്തരം കാര്യങ്ങൾ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? മൂന്നാറ്റിൽ പോലും അടുപ്പിച്ച് 10 മൃഗങ്ങളെ, 10 പശുക്കളെ കൊന്നതിന് ശേഷമാണ് കടുവയെ പിടിക്കാൻ ഉത്തരവിട്ടത്. അപ്പോൾ യഥാസമയങ്ങളിൽ വന്യമൃഗങ്ങളെ കാട്ടിൽ നിർത്തുവാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഇറങ്ങിയാൽ, എനിക്ക് മുമ്പേ സംസാരിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ, ഇറങ്ങിയാൽ 3-4 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങളുടെ ശബ്ദം ഉയർന്നു കഴിയുമ്പോൾ ഒരു കെണി കൊണ്ടുവെക്കുന്നു, അല്ലെങ്കിൽ മയക്കുപിടിക്ക് ആൾ വരുന്നു, അല്ലെങ്കിൽ ദയനീയമായിട്ട് ഒരാളുടെ ജീവൻ പോകണം. വനം വകുപ്പ് ഇടപെടണമെങ്കിൽ ഈ സ്ഥിതി മാറണം.